പുതുക്കോട് പാട്ടോല ഗ്രാമദീപം വായനശാലയുടെ നേതൃത്വത്തിൽ സി നാരായണന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ CN പാട്ടോല സ്മാരക അവാർഡ് സമർപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മത്സര പരീക്ഷകളിലും PSC പരീക്ഷകളിലും നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രന്ഥശാല ഹാളിൽ നടന്ന പരിപാടി ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CN പാട്ടോല സ്മാരക അവാർഡ് ദാനവും അദ്ദേഹം നിർവഹിച്ചു. വായനശാലകൾ സമൂഹ നിർമ്മാണത്തിൽ വഹിക്കുന്ന നിർണായക പങ്ക് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ജാതിമത ഭേദമന്യേ ജനങ്ങളെ ഒരുമിപ്പിക്കാനും നാടിന്റെ നന്മയ്ക്കായി കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും വായനശാലകൾക്ക് കഴിയുന്നുവെന്നും വായനയും വിജ്ഞാനവും സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവതലമുറയിൽ വായനാശീലം വളർത്തുകയും സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുകയും ചെയ്യുന്നതിൽ ഗ്രന്ഥശാലകളുടെ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമദീപം വായനശാല എന്ന പേരാണ് ഈ വായനശാലയ്ക്ക് തിരഞ്ഞെടുത്തത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ വായനശാല ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചമായി മാറണം എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വായനശാലകളിലും ഓരോ ഗ്രാമത്തിൻ്റെയും വെളിച്ചമായി മാറുക എന്നുള്ളതായിരുന്നു വായനശാലകൾ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂടുതൽ ആഗ്രഹിച്ചു. വായനശാലകളുടെ പ്രചരണം കൂടുതൽ വന്നത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടം. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം, അതായത് ബ്രിട്ടീഷുകാരോട് പോരാടുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വായനശാലകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകത അന്നത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നേതാക്കൾക്ക് നല്ലപോലെ മനസ്സിലായി. എന്തുകൊണ്ടാണ്? മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവില്ലാത്ത ആളുകൾ. അക്ഷരവും അറിവില്ലാത്ത ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം. സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യം എന്നറിയില്ല, അല്ലെ? എൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് എനിക്കറിയാത്ത ജനതയായിരുന്നു ആ ഭൂരിപക്ഷം. അപ്പം ആ ജനതയെ അവരെ സ്വാതന്ത്ര്യ ബോധത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അറിവുണ്ടാകണം. അവർ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകണം. അപ്പം അവർക്ക് അറിവുണ്ടാക്കാൻ എല്ലാവരെയും സ്കൂളിൽ കൊണ്ട് ചേർത്താൻ പറ്റില്ല. എല്ലാവരെയും സ്കൂളിൽ കൊണ്ട് ചേർത്ത് പഠിപ്പിച്ച് അറിവ് നേരത്തെ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വായനശാല എന്ന് പറയുന്നത് എന്താണ്? പേപ്പറോ ഏതെങ്കിലും മാഗസിനോ കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്ന ഒരാൾ വായിക്കുക. എല്ലാവർക്കും അറിയില്ല. വായനശാലയ്ക്ക് എന്തിനാണെന്നറിയോ? അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ ഈ വായിക്കുന്ന കേൾക്കാൻ വന്നിരിക്കുകയാണ്. അതാണ് വായനശാല. ചടങ്ങിൽ PP സുമോദ് MLA SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഉദയൻ PSC റാങ്ക് ജേതാക്കളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K രത്നകുമാരി വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. വായനശാല പ്രസിഡന്റ് KC തുഷാർ അധ്യക്ഷനായി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അജിത, ഗ്രാമപഞ്ചായത്ത് അംഗം V രാജേഷ്, പുതുക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ചന്ദ്രൻ, ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കൌൺസിലർ K ചന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് K അശോക് കുമാർ, സെക്രട്ടറി MK കബീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വായനശാല സെക്രട്ടറി KN സുകുമാരൻ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി രാജേഷ് നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.